ഹലോ നമസ്കാരം എല്ലാവർക്കും ഹെവന പ്ലാന്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? അപ്പം നമ്മുടെ വീട്ടിൽ കുറച്ച് ആന്തൂറിയം കളക്ഷൻസ് നമുക്ക് സെയിലും ഉണ്ട്, നമ്മുടെ കയ്യിൽ കുറച്ച് കളക്ഷൻസും ഉണ്ട്. അത് കാണിക്കാൻ വേണ്ടിയിട്ടും അതിൻ്റെ ഒരു പോട്ടിംഗ് വീഡിയോയും കൂടിയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പം നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. നമ്മൾ ഈ കളക്ഷൻസിൽ നിന്ന് നമ്മളിപ്പോൾ ഒരു ചില്ലി റെഡ്, നല്ലൊരു റെഡ് വെറൈറ്റി ചില്ലി റെഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിൽ ചെറിയ ബേബീസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പ്ലാന്റ് തന്നെ നമുക്ക് പോട്ട് ചെയ്യാനായിട്ട് പോയാലോ. അപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു 10 ഇഞ്ചിൻ്റെ മാറ്റ് ഫിനിഷിൻ്റെ പോട്ടാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ അല്ലേ? നമ്മൾ പോട്ട് ചെയ്യാൻ എടുത്തിരിക്കുന്ന പ്ലാന്റ് കണ്ടല്ലോ, അത്യാവശ്യം നല്ല ബുഷി പ്ലാന്റ് ആണ് എടുത്തിരിക്കുന്നത്. നിറച്ചും ബേബി പ്ലാന്റ്സ് ധാരാളം ഉണ്ട്, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പലയിടത്തായിട്ട് ബേബി പ്ലാന്റ് ഉണ്ട്. അപ്പം നമ്മളിത് വലിയ പോട്ടിൽ വെച്ചാലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ, ഈ പോട്ട് നമ്മളൊരു വലിയ പോട്ടിലേക്ക് ഇത് പോട്ട് ചെയ്ത് വെച്ചാൽ ഇതിൽ നിറച്ചും പ്ലാന്റ് പെട്ടെന്ന് പ്ലാന്റ് ബഞ്ചാവും, പെട്ടെന്ന് നിറച്ചും ഫ്ലവർ ഒരു ടൈമിൽ തന്നെ നമുക്കൊരു മിനിമം 3-4 ഫ്ലവേഴ്സ് എങ്കിലും ഉണ്ടാവും. ഇപ്പം നമുക്കിതിലൊരു 3 ഫ്ലവർ ഉണ്ട്. അപ്പം നമുക്ക് പോട്ട് ചെയ്യാനുള്ള എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കണ്ടേ. അപ്പം നമ്മൾ ഡ്രെയിനേജിനായിട്ട് കുറച്ച് ഓടിൻ്റെ പീസ് ഇട്ട് കൊടുത്തു. ഓടിൻ്റെ പീസ് ഇട്ട് കൊടുത്തു. പിന്നെ കൊക്കോ ചിപ്സ് നമ്മൾ പല വീഡിയോയിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചിരട്ടക്കരി ഉപയോഗിക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിരട്ടക്കരിയാണ് നമ്മൾ കൂടുതലായിട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ ചെറിയ സ്ലൈസ് ചെയ്ത കൊക്കോ ചിപ്സ് എടുത്തിട്ടുണ്ട്, ഓടിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഉണങ്ങിയ ചാണകപ്പൊടിയാണ്. ഉണങ്ങിയ ചാണകപ്പൊടിയിൽ നമ്മൾ സ്യൂഡോമോണസ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാമേ. അപ്പം നമ്മൾ ഉണങ്ങിയ ചാണകപ്പൊടി, നമ്മൾ സ്യൂഡോമോണസ്, ഇത് ഇത്രയും കൂടി നമ്മൾ വീണ്ടും ഒന്നുകൂടി ഇട്ട് നമ്മൾ കൈകൊണ്ട് തന്നെ അങ്ങ് മിക്സ് ചെയ്യുവാണേ. അപ്പം ഇതൊരു കണ്ടില്ലേ, നല്ലൊരു ടെക്സ്ചർ അല്ലേ? അപ്പോൾ ഇത് നമ്മൾ കുറച്ച് നമ്മുടെ ഈ പോട്ടിങ്ങിലേക്ക് നമ്മൾ കുറച്ച് വാരിയിടുകയാണ്. നമ്മൾ ഇപ്പം പോട്ട് ചെയ്യുന്ന ടൈമിൽ അധികമായിട്ട് നമ്മൾ വളം കൊടുക്കാൻ പാടില്ല. വളം കൊടുത്താൽ നമ്മളിപ്പം നമ്മുടെ പ്ലാന്റ് അത്ര ഹെൽത്തി ആണെങ്കിൽ കൂടിയിട്ടും പ്ലാന്റ് അത്രയും മെച്യൂർഡ് ആയിട്ടില്ല. അപ്പം നമ്മളിപ്പോൾ അത്യാവശ്യം നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ചരിച്ചോറിൻ്റെ കമ്പോസ്റ്റിൽ നമ്മൾ നേരിയ അളവിൽ നമുക്ക് ചെറിയ മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ ഉണ്ട്, ചെറിയ അളവിൽ. പിന്നെ ചാണകപ്പൊടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ സ്യൂഡോമോണസ് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നമുക്ക് വേണ്ട അളവിലുള്ള വളങ്ങളൊക്കെ നമ്മുടെ പ്ലാന്റിനായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി നമ്മുടെ പ്ലാന്റ് ഒന്ന് പോട്ട് ചെയ്യുന്ന നമുക്കൊന്ന് എടുക്കാം. ജസ്റ്റ് നമ്മളൊന്ന് വെച്ചു. വീണ്ടും നമ്മൾ ഈ മിക്സ് നമ്മൾ ഈ സൈഡുകളിലെല്ലാം, നല്ല ലൂസായിട്ടുള്ള ടെക്സ്ചറാണിത്. അപ്പം നമ്മുടെ പ്ലാന്റിന് നല്ല ഗ്രോത്ത് ഉണ്ടാവും, നല്ല എയർ സർക്കുലേഷൻ ഉണ്ടാവും പ്ലാന്റിന്. വീണ്ടും നമ്മൾ ഈ പോട്ടിംഗ് മിക്സ്ചർ ഇത് നമുക്ക് വീണ്ടും കുറച്ചും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ദൂരത്തിനും യൂസ് ചെയ്യുന്നത് എനിക്ക് നല്ല ഗ്രോത്ത് കിട്ടാറുണ്ട് പല പ്ലാന്റ്സിനും. അപ്പോൾ ഇത്രയും മതിയാവും. അപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പം വളരെ ചെറിയ അളവിൽ നമ്മൾ ചിരട്ടക്കരി, കൊക്കോ ചിപ്സ് എല്ലാം ഇട്ട് നല്ല സെറ്റായിട്ടുണ്ട്. ഒന്ന് വൃത്തിയാക്കി എടുക്കാം. അത്യാവശ്യം വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് സ്പ്രേ ചെയ്യാം. അപ്പം നമ്മൾ ആന്തൂറിയം പോട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പം ആന്തൂറിയം നമ്മുടെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയാണ്. കാണുന്നുണ്ടല്ലോ അല്ലേ? നല്ല ഭംഗിയുണ്ടല്ലോ അല്ലേ നമ്മുടെ ആന്തൂറിയം? അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇനിയൊരു നല്ല പ്രയോജനപ്പെടുന്ന വീഡിയോ ആയിട്ട് വരുന്നതിനും വരെ ഓക്കെ, ബൈ ബൈ.